1827 മാർച്ച് ഒരു കൊടുങ്കാറ്റുള്ള തിങ്കളാഴ്ചയായിരുന്നു അന്ന്. ജർമ്മൻ സംഗീത സംവിധായകനായ ലുഡ്വിൻ വാൻ ബീതോവൻ ദീർഘനാളത്തെ അസുഖത്തെ തുടർന്ന് അന്തരിച്ചു. കഴിഞ്ഞ ക്രിസ്മസ് മുതൽ മഞ്ഞപ്പിത്തം ബാധിച്ച് കിടപ്പിലായ അദ്ദേഹത്തിന്റെ കൈകാലുകളും വയറും വീർത്തിരുന്നു. ഒരു പോരാട്ടം നടത്തുന്ന പോലെയായിരുന്നു അദ്ദേഹം ഓരോ ശ്വാസവും എടുത്തിരുന്നത്. മരണശേഷം അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് പേഴ്സണൽ വസ്തുക്കൾ ഓരോന്നോരോന്ന് തരംതിരിക്കുമ്പോൾ 1/4 നൂറ്റാണ്ട് മുമ്പ് ബീതോവൻ എഴുതിയ ഒരു കത്ത് അവർ കണ്ടെത്തി. ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ സഹോദരന്മാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ എഴുതിയതാണ് ആ കത്ത്. അതിൽ എന്തായിരുന്നു എഴുതിയത് എന്ന് നോക്കുന്നതിന് മുമ്പ് ഹെൽത്ത് റിസർച്ച് സ്റ്റോറീസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ്, UK നാഷണൽ ഹെൽത്ത് സർവീസിൽ റിസർച്ച് നഴ്സായി ജോലി ചെയ്യുന്നു. മെഡിക്കൽ രംഗത്ത് വരുന്ന പുതിയ റിസർച്ച് സ്റ്റഡീസിൻ്റെ റിസൾട്ട്സാണ് ഞാനിവിടെ പറയുന്നത്. വീഡിയോകളുടെ പോരായ്മകൾ കമൻറ്റ് ചെയ്താൽ ഇനിയും വരുന്ന വീഡിയോ നല്ലതാക്കാൻ ശ്രമിക്കാം. ഇനി ഓൾറെഡി നല്ലതാണെങ്കിൽ ഒന്നും നോക്കണ്ട, ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഈ വീഡിയോ തയ്യാറാക്കാൻ ഞാൻ വായിച്ച സ്റ്റഡീസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞ് താല്പര്യമുള്ളവർ ഒന്ന് കയറി നോക്കിയാൽ നന്നായിരിക്കും. നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ഈ കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു: എൻ്റെ മരണശേഷം എനിക്കുണ്ടായിരുന്ന രോഗാവസ്ഥകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം പൊതുജനങ്ങളെ അറിയിക്കണം. ഒരു പ്രത്യേക അഭ്യർത്ഥന അല്ലേ? ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സംഗീതജ്ഞരിൽ ഒരാളായിരുന്ന ബീതോവൻ അദ്ദേഹത്തിൻ്റെ 40കളുടെ മധ്യത്തോടെ തന്നെ ബധിരനായി തീർന്നിരുന്നു എന്നത് ഇന്ന് പുതുമയുള്ളൊരു രഹസ്യമൊന്നുമല്ല. അത് നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുമാണ്. ബധിരനായ ഒരു വ്യക്തി മികച്ച സംഗീതം കമ്പോസ് ചെയ്യുക എന്നത് ഒരു വിരോധാഭാസമായിരുന്നു. വ്യക്തിപരമായി മാത്രമല്ല, ഒരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ലോകം ഇക്കാര്യം മനസ്സിലാക്കണമെന്ന്, അതായത് ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കണമെന്ന് ബീതോവൻ ആഗ്രഹിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഈ കത്തിൻ്റെ ഉള്ളടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ബീതോവൻ്റെ മരണശേഷം ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു സംഘം ഗവേഷകർ അദ്ദേഹത്തിൻ്റെ തലമുടിയിലെ സാമ്പിളുകളുടെ DNA ജനറ്റിക് സ്റ്റഡി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ സ്വപ്നം കണ്ട വിധത്തിൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നിറവേറ്റാൻ ഇറങ്ങി പുറപ്പെട്ടു. ഇവിടെയാണ് ശരിക്കും കഥ തുടങ്ങുന്നത്. ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എവല്യൂഷണറി ആന്ത്രപ്പോളജിയിൽ ബയോകെമിസ്റ്റായ ജോഹനസ് ക്രൗസ് 2023 ചില ഫലങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം ഇപ്രകാരം വിശദീകരിച്ചു: ഞങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്നത് ബീതോവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുക എന്നൊന്നായിരുന്നു. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രോഗ്രസീവ് ഹിയറിംഗ് ലോസ്, അത് അദ്ദേഹത്തിൻ്റെ 20കളുടെ മധ്യത്തിൽ എങ്ങനെ തുടങ്ങി അവസാനം 1818ഓടെ അദ്ദേഹം പൂർണ്ണമായി ബധിരനായി തീർന്നു. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നായിരുന്നു ഇവരുടെ സ്റ്റഡിയുടെ പ്രാഥമിക ലക്ഷ്യം. കേൾവിക്കുറവിൻ്റെ പ്രാഥമിക കാരണം ഒരിക്കലും ലോകം അറിഞ്ഞിട്ടില്ല. ആക്ച്വലി എന്തിനറിയാം, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഡോക്ടറായ ഡോക്ടർ ജോഹൻ ആഷ്മിഡിന് പോലും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. 20ാം വയസ്സിൽ ടിനിറ്റസ് ആയിട്ടാണ് തുടങ്ങിയത്. പിന്നീട് ഉച്ചത്തിലുള്ള ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയാതെ വന്നു. ഒടുവിൽ ഉയർന്ന പിച്ചുകളിൽ കംപ്ലീറ്റ് കേൾവിക്കുറവായി. ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ അങ്ങനെ അദ്ദേഹം അവസാനിപ്പിച്ചു. ടിനിറ്റസ് എന്താണെന്ന് അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു സംഗീതജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ ഒന്നും തന്നെ വരാനില്ല. ഒരിക്കൽ തൻ്റെ സഹോദരങ്ങൾക്ക് അയച്ച കത്തിൽ ആത്മഹത്യയെക്കുറിച്ച് വരെ താൻ ചിന്തിക്കുന്നെന്ന് ബീതോവൻ കുറിച്ചിരുന്നു. കേവലം കേൾവിക്കുറവ് മാത്രമല്ല, സംഗീത സംവിധായകന് തൻ്റെ പ്രായപൂർത്തിയായ ജീവിതത്തിൽ നേരിടേണ്ടി വന്നു. കുറഞ്ഞത് 22 വയസ്സ് മുതൽ അദ്ദേഹത്തിന് കഠിനമായ വയറുവേദനയും വിട്ടുമാറാത്ത വയറിളക്കവും അനുഭവപ്പെടുന്നതായി പറയപ്പെടുന്നു. ഇതൊക്കെയും ഈ പുതിയ പഠനം വിശദമായി വിലയിരുത്തി. ബീതോവൻ്റെ മരണത്തിന് 6 വർഷം മുമ്പ് അദ്ദേഹത്തിന് കരൾ രോഗത്തിൻ്റെ ചില ആദ്യ സൂചനകൾ കിട്ടിത്തുടങ്ങി. താരതമ്യേന ചെറുപ്പത്തിൽ, അതായത് വെറും 56ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായി ഇന്ന് ഈ ലോകം കണക്കാക്കുന്നത് ഈ കരൾ രോഗം തന്നെയാണ്. ഇപ്പോൾ മനസ്സിലായി കാണുന്നു ഈ ചാനലിൽ വന്ന് ഞാൻ ഈ കഥ പറയുന്നതാണ്. ചില ജീവിത രീതികൾ ആളുകളുടെ കരളിനെ എങ്ങനെ ബാധിച്ചിരുന്നെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സഹായിക്കാം. പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 2007 ബീതോവൻ്റെ മുടിയിൽ നടന്ന ഒരു ഫോറൻസിക് അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിച്ച ലക്ഷണങ്ങൾക്ക് ആത്യന്തികമായി ഉത്തരവാദി ആയിരുന്നത് ലെഡ് വിഷബാധയായിരിക്കാമെന്നും അത് അദ്ദേഹത്തിൻ്റെ മരണം വേഗത്തിലാക്കിയിരിക്കാം എന്നും അഭിപ്രായപ്പെട്ടു. അക്കാലത്തൊരു സംസ്കാരമായിരുന്നു ഈ ലെഡ് പാത്രങ്ങളിൽ നിന്നുള്ള മദ്യപാനം. കൂടാതെ ലെഡിൻ്റെ ഉപയോഗം ഉൾപ്പെടുന്ന ചില വൈദ്യ ചികിത്സകളും കണക്കിലെടുക്കുമ്പോൾ ഇത് അതിശയകരമായൊരു കണ്ടെത്തലൊന്നുമല്ല. എന്നാൽ 2023 മാർച്ചിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ പഠനം ഞാൻ ഈ പറഞ്ഞ ലെഡ് സിദ്ധാന്തത്തെ പൊളിച്ചെഴുതാണ്. ഒന്നാമത്തെ കാരണം, ആ മുടിക്കെട്ട് ബീതോവൻ നേരിട്ട് തന്നതല്ല, മറിച്ച് ഒരു അജ്ഞാത സ്ത്രീയാണ് അത് തന്നതെന്ന് വെളിപ്പെടുത്തുന്നു. അതിലും പ്രധാനമായി സംഗീത സംവിധായകൻ്റെ തലയിൽ നിന്ന് തന്നെ ആകാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പുള്ള കുറച്ച് മുടിക്കെട്ടുകൾ അവർ പരിശോധിച്ചപ്പോൾ തെളിയുന്നത് അദ്ദേഹത്തിൻ്റെ മരണം ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഫലമായിരിക്കുമെന്നാണ്. ഇത് മൂർച്ഛിച്ചത് അദ്ദേഹത്തിൻ്റെ മദ്യപാനവും നേരത്തെ പറഞ്ഞ മറ്റ് നിരവധി അപകട ഘടകങ്ങളും കാരണമായിരിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ആലോചിക്കും കേൾവിക്കുറവിനെ പറ്റി ഒന്നും കണ്ടെത്തിയില്ലെന്ന്.
അതിനുത്തരം റിസർച്ചർ ക്രൗസ് തന്നെ പറഞ്ഞു, ബീതോവൻ്റെ ഭദ്രതയ്ക്കോ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കോ കൃത്യമായ കാരണം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ലത്രേ. ഒരു തരത്തിൽ പറഞ്ഞ ഈ സ്റ്റഡീസ് നമുക്ക് തന്നത് ക്ലാസിക്കൽ കമ്പോസറുടെ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങളായിരുന്നു എന്ന് ചുരുക്കം. ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചത് എവിടെ നിന്നായിരിക്കാം? ഒരു അജ്ഞാത സ്ത്രീ തന്ന മുടി ആ സ്ത്രീയുടെ മുടി തന്നെ ആയിക്കൂടെ? അതെങ്ങനെ നൂറ്റാണ്ടുകളായി ബീതോവൻ്റെ മുടിയായി തെറ്റിദ്ധരിക്കപ്പെട്ടു? ബീതോവൻ്റെ വയറുവേദനയ്ക്കും കേൾവിക്കുറവിനും പിന്നിൽ എന്തായിരുന്നു? തൻ്റെ കേൾവിക്കുറവ് ലോകം മനസ്സിലാക്കണമെന്ന് ബീതോവൻ്റെ ആഗ്രഹത്തിൽ നിന്നാണ് റിസർച്ച് ടീം തുടങ്ങിയതെങ്കിലും ഇത് വല്ലാത്തൊരു പൊല്ലാപ്പിലാണ് അവർ കൊണ്ടുചെന്നെത്തിച്ചത്. പക്ഷെ അവർക്ക് ആശ്വാസത്തിന് ഒരു കച്ചിത്തുരുമ്പ് വീണ് കിട്ടി. അതായത് ബീതോവൻ്റെ ജീനുകൾക്കിടയിൽ ഒരു അത്ഭുതം മറഞ്ഞിരുന്നു. അതിനെപ്പറ്റി പറയാം. ബീതോവൻ്റെ മുടി തന്നെ ഉറപ്പിക്കാൻ വേണ്ടി മുടിയുടെ സാമ്പിളുകളിലെ വൈ ക്രോമോസോമിന് ബീതോവൻ്റെ പിതാവിൻ്റെ പരമ്പരയിൽ നിന്നുള്ള ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടേതുമായി താരതമ്യപ്പെടുത്തുന്ന ഒരു കമ്പാരിസൺ സ്റ്റഡി അവർ നടത്തി. ആ ജനറ്റിക് സ്റ്റഡി ചില പൊരുത്തക്കേടുകളിലേക്ക് വിരൽ ചൂണ്ടി. അതായത് 1572 ബെൽജിയത്തിലെ കാമ്പൻഹൗട്ടിൽ ഹെൻറിക് വാൻ ബീതോവൻ്റെ ഗർഭധാരണത്തിനും 7 തലമുറകൾക്ക് ശേഷം 1770 ജർമ്മനിയിലെ ബേണിൽ ലുഡ്വിഗ് വാൻ ബീതോവൻ്റെ ഗർഭധാരണത്തിനും ഇടയിൽ അദ്ദേഹത്തിൻ്റെ പിതൃപരമ്പരയിൽ ഒരു എക്സ്ട്രാ പെയർ വൈ ക്രോമോസോം. ഇത് കണ്ടെത്തിയ റിസർച്ചേഴ്സ് ഞെട്ടിപ്പോയി. സംഗീത സംവിധായകൻ്റെ ജനനം വരെയുള്ള തലമുറകളിലെ അക്കാലത്ത് വളരെ സാധാരണമായിരുന്ന വിവാഹേതര ലൈംഗിക ബന്ധങ്ങളാണ് ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത്. UK കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഒരു ബയോളജിക്കൽ നരവംശ ശാസ്ത്രജ്ഞനായ ട്രിസ്റ്റൻബർഗ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബീതോവൻ ആ കത്തിൽ എഴുതി വെച്ച നിർഭാഗ്യകരമായ അഭ്യർത്ഥന കണക്കിലെടുത്ത് സഹായിക്കാനായി ഇറങ്ങി പുറപ്പെട്ട ഒരു കൂട്ടം റിസർച്ചേഴ്സ് ചോദിക്കുന്നത് സഹായം അല്പം കൂടിപ്പോയ സേട്ടാനാണ്. 1827 തിങ്കളാഴ്ച, അതായത് അദ്ദേഹം മരിച്ച കൊടുങ്കാറ്റുള്ള തിങ്കളാഴ്ച രാത്രി തൻ്റെ സുഹൃത്തുക്കളും കൂട്ടാളികളും കൂടി തൻ്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് മുടി വെട്ടി മാറ്റിയപ്പോൾ അവർ അതിൻ്റെ കൂടെ എടുത്തുകൊണ്ടുപോയ രഹസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് കൂടി ഉണ്ടായില്ല. അല്ലേ? വീഡിയോ കണ്ടതിന് നന്ദി. ഇനിയും കാണാം.